ആ ഹദീസ് കലിമതു ഹഖ്ൻ ഇൻദ സുൽത്താനിൻ ജായിർ, വലിയ ജിഹാദ് ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കലിമതു ഹഖ്ൻ ഇൻദ സുൽത്താനിൻ ജായിർ, ഭരണാധികാരിയുടെ അരികിൽ സത്യത്തിന്റെ വാക്ക് തുറന്നു പറയാ. ആ ഹദീസിൽ എന്താ ഉള്ളത്? കലിമതു ഹഖ്ൻ ഇൻദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമീപത്ത്. ഇപ്പൊ നിങ്ങൾ ഭരണാധികാരിയുടെ അരികിലാണ്, ഭരണാധികാരി തെറ്റ് ചെയ്തു, പറയാ ഇത് തെറ്റാണ്. നിങ്ങൾ ഭരണാധികാരിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഭരണാധികാരി എന്തെങ്കിലും തെറ്റു പറഞ്ഞു, നിങ്ങൾക്ക് പറയാം ഇത് ശരിയല്ല. അതല്ലേ സഹാബികൾ ചെയ്തത്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് ഉപദേശം നൽകാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരുടെ അരികിൽ പോയി അവർക്ക് ഉപദേശം നൽകുന്നുണ്ട്. ഇന്നും സൗദിയിലെ ഉലമാക്കൾ അൽഹംദുലില്ലാഹ് ആ കാര്യം ചെയ്യുന്നുണ്ട്. അവരേത് വിഷയങ്ങളിലും അവർക്ക് സാധിക്കുന്ന വിഷയങ്ങളിൽ അവർ ഉലമാക്കൾ ഭരണാധികാരികൾക്ക് കത്തുകൾ നൽകുന്നുണ്ട്, അവരുടെ ഭാഗങ്ങൾ പറയുന്നുണ്ട്, അത് ഭരണാധികാരികൾ കേൾക്കുന്നുണ്ട്. അത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ സൗദിയിൽ പല വിഷയങ്ങളും നടപ്പിലാക്കുന്നതിന് മുമ്പ് ചില വിഷയങ്ങളിലൊക്കെ അവിടെ ഉലമാക്കളുടെ അഭിപ്രായം ചോദിക്കും, ഉലമാക്കൾ നസീഹത്ത് നൽകാറുണ്ട്. അപ്പോൾ ഭരണാധികാരിയുടെ അരികിൽ നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് പറയാം. അതല്ലാതെ മനാബിറുകളിൽ പരസ്യമായി വന്ന് ഭരണകൂടത്തിനെതിരിൽ സംസാരിക്കുക എന്ന് പറയുന്ന രീതി അത് ഇസ്ലാമികമല്ല. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഞാൻ നിങ്ങളിൽ ഒരാളെ മദ്യപിക്കുന്നതായി കണ്ടു. ഇപ്പോൾ ഒരു വ്യക്തി മദ്യപിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മറ്റൊരാളോട് വന്നിട്ട് പറയാണ് ഇയാൾ മദ്യപാനിയാണ്, അയാൾ കള്ളുകുടിക്കുന്നത് ഞാൻ കണ്ടു. പറയാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ ഹുക്മ്? അതിൻ്റെ ഹുക്മ് എന്താ? ഗീബത്താണ്. അത് ഗീബത്താണ്. അത് ഭരണാധികാരിയെക്കുറിച്ചാണെങ്കിൽ അത് ഗീബത്താണ് എന്ന് മാത്രമല്ല, ആ ഭരണാധികാരിയെക്കുറിച്ച് ആളുകളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ലഭിക്കാനുള്ളത്? നമുക്കൊരു നേട്ടമില്ലല്ലോ. പ്രത്യേകിച്ച് സൗദി പോലുള്ള ഒരു ഭരണകൂടത്തിനെതിരിൽ ആളുകളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കിയാൽ എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, ഇന്ന് പലരും സംസാരിക്കുന്നത് സൗദിയിൽ മാത്രമാണ് തെറ്റുകൾ, സൗദിയിലുള്ള തെറ്റുകൾ, സൗദിയിലുള്ള പ്രശ്നങ്ങൾ. ഇതേ പ്രശ്നം ഇവർ അംഗീകരിക്കുന്ന ഭരണകൂടങ്ങളിൽ ഉണ്ടാകും, അത് സംസാരിക്കില്ല. എല്ലാവരുടെയും പ്രശ്നം സൗദിയാണ്. അതിന് കാരണം എന്താണ്? സൗദി തൗഹീദ് പറയുന്നു എന്നുള്ളതാണ്. സൗദി സലഫിയത്ത് പറയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, സൗദിയിൽ ചില പിഴവുകളുണ്ട്. ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കാലം കഴിയുന്തോറും ഓരോ ദിവസം കഴിയുന്നോറും ലോകം മോശമായിക്കൊണ്ടേയിരിക്കും. ചില പിഴവുകളുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ ഇസ്ലാമിൽ ഒരു തെറ്റൊരു വ്യക്തി ചെയ്താൽ അതിന് ഒരു തിന്മയാണ്, ഒരു തെറ്റാണ്. എന്നാൽ ഒരു നന്മ ചെയ്താലോ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സൗദി ഭരണകൂടം ചെയ്യുന്ന ഖൈറുകൾ എത്രമാത്രമുണ്ട്. 2 ഹറമിൻ്റെ സംരക്ഷണം, സർവ്വ മുസ്ലിം പല രാജ്യങ്ങളിലേക്കും അവർ നൽകുന്ന സഹായം, വർഷങ്ങളായി യമനിൽ അഹ്ലുസുന്നയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന യുദ്ധം, സമീപകാലം അവർ ഫലസ്തീന് നൽകിയ ബില്യൺ കണക്കിന് ഡോളറുകൾ, അത് സമ്മതിക്കുന്നത് മഹ്മൂദ് അബ്ബാസാണ്, ഫലസ്തീനിന്റെ പ്രസിഡന്റാണ്. സുഡാനിൽ പ്രശ്നം വന്നപ്പോൾ അവരവിടെ നടത്തുന്ന സഹായം, പാകിസ്ഥാൻ അവർ കൊടുക്കുന്ന സഹായം, ഇങ്ങനെ ലോക രാജ്യങ്ങളിൽ സൗദി നടത്തുന്ന ഖൈറുകൾ എത്രമാത്രം വലുതാണ്. 2 ഹറമുകളുടെ സേവനങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, അവിടുത്തെ കാർപ്പറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നു, അവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ അവർ തയ്യാറാക്കിയിരിക്കുന്ന വെള്ളം, അവർക്ക് സംരക്ഷണത്തോടുകൂടി അവിടെ നടക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി. ഇതിനൊക്കെ പ്രതിഫലം ഇരട്ടിയായി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഈ നന്മകൾ നമ്മൾ പറയാതെ അവർക്കെതിരിൽ തിന്മകൾ മാത്രം പറഞ്ഞ് ജനങ്ങൾക്ക് ഭരണാധികാരികളോട് വെറുപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് അഹ്ലുസുന്ന സ്വീകരിച്ച രീതിയല്ല. ഇതിനേക്കാളും ക്രൂരനായ ഭരണാധികാരികൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇമാം അഹ്മദിന്റെ ചരിത്രത്തിൽ, സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം, 3 ഭരണാധികാരികൾ തുടർച്ചയായി വന്നു. മഅ്മൂൻ, മുഅ്തസിം, വാസിഖ്, 3 പേരും പറഞ്ഞു ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഇമാം അഹ്മദിനെ തടവറയിലിട്ടു, 14 വർഷത്തോളം പീഡിപ്പിച്ചു. ഇമാം അഹ്മദിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുമതി ഉണ്ടായിരുന്നില്ല, മസ്ജിദിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല, ഒരാളോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഫത്വ നൽകാൻ പാടില്ല, ദർസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി, ഒക്കെ ചെയ്തു. വാസിഖിന്റെ ഭരണകൂടത്തിൽ ആളുകൾ ഇമാം അഹ്മദിന്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, യാ ഇമാം ലഖദ് അളുമൽ അംറു വസ്സതാൽ, വിഷയം വളരെ ഗൗരവമാണ്, ഇത്രയും കഠിനമായ പീഡനങ്ങളാണ് ഭരണകൂടങ്ങൾ നമുക്കെതിരിൽ നടത്തുന്നത്, അവർക്കെതിരിൽ ഇറങ്ങാൻ താങ്കൾ അനുമതി നൽകണം. ഇമാം അഹ്മദ് എന്താ പറഞ്ഞത്? ഇറങ്ങിക്കോ എന്നാണോ? ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിച്ചവരായിരുന്നു അവർ. പക്ഷേ ഇമാം അഹ്മദ് പറഞ്ഞു ഇറങ്ങാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇറങ്ങിയാൽ കലാപുണ്ടാകും, ഭരണകൂടത്തിനെതിരിൽ പരസ്യമായി സംസാരിച്ചാൽ ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകും, അത് ധാരാളം മുസ്ലിമുകളുടെ രക്തച്ചൊലിച്ചലിന് കാരണമാകുമെന്ന വിഷയത്താൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അവരെ വിലക്കി. അതുകൊണ്ട് ഭരണകൂടങ്ങൾക്കെതിരിൽ ആളുകളെ ഇറക്കി പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അഹ്ലുസുന്ന സ്വീകരിക്കുന്ന രീതിയല്ല. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ അഖീദയുടെ ഏത് കിതാബ് നിങ്ങൾ നോക്കിയാലും, ഏത് കിതാബ് വലുതാവട്ടെ ചെറുതാവട്ടെ, അതിൽ ഇജ്മാ ഉദ്ധരിച്ച വിഷയമാണ് ഭരണാധികാരി ഫാസിഖാണെങ്കിലും ഫാജിറാണെങ്കിലും സാലിഹാണെങ്കിലും അവനോട് സമഉം തഅത്തും വേണം.
അത് ചരിത്രത്തിൽ ഏതുദാഹരണം? യസീദ് ബിൻ മുആവിയ ധാരാളം പിഴവുകൾ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ്. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ആളുകൾ ഇറങ്ങുന്നത് അദ്ദേഹം വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. ഭരണകൂടങ്ങൾക്കെതിരിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അഹ്ലുസുന്ന അനുവദിച്ച രീതിയായിരുന്നില്ല.